ചെറു ചെറു വേഷങ്ങൾ ചെയ്ത് ഒരു ഉറപ്പുമില്ലാതെ സുധീർ കുമാർ എന്ന രാജു നടക്കുന്ന കാലത്താണ് മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള എന്ന് പറഞ്ഞ സിനിമയിൽ നായക വേഷം കമൽഹാസൻ വച്ചിരുന്ന വേഷം ബാലചന്ദ്ര മേനോൻ ഈ സുധീർ കുമാറിന് നൽകുന്നത്. സിനിമ സൂപ്പർ ഹിറ്റായതോടെ സുധീർ കുമാർ എന്ന രാജു മണിയമ്പിള്ള രാജുവായി മാറി, 10 പേർ അറിയുന്ന നടനായി മാറി. അതൊരു യാഥാർത്ഥ്യമാണ്. വേറൊരു പടത്തിൽ അഭിനയിക്കാനായി മണിയമ്പിള്ള തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. കാരണം അന്ന് സിനിമാക്കാർക്ക് നമ്പർ 20 മദ്രാസ് മേലേ ഉള്ളൂ മദ്രാസിൽ പോകാനായിട്ട്. അന്ന് ഫ്ലൈറ്റ് ടിക്കറ്റൊന്നും ആർക്കും എടുത്തു കൊടുക്കില്ല. അപ്പോൾ ട്രെയിൻ കയറാനായിട്ട് മണിയമ്പിള്ള രാജു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. പ്ലാറ്റ്ഫോമിലൂടെ മണിയമ്പിള്ള നടക്കുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ശിവകുമാരൻ തമ്പിയുടെ മുന്നേറ്റം എന്ന് പറഞ്ഞ സിനിമയുടെ ചിത്രീകരണം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുകയാണ്. അതിൽ നിന്നൊരാൾ, ആ ഷൂട്ടിംഗ് ക്രൂവിൽ നിന്നൊരാൾ ഓടി വന്ന് പരിചയപ്പെടുത്തി സ്വയം, ഞാൻ മമ്മൂട്ടി. മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള കണ്ടു, നല്ല സിനിമ കേട്ടോ, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അതാണ് മണിയമ്പിള്ള രാജു മമ്മൂട്ടിയുമായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്.